ക്ലാസ്സിൽ വിറ്റാമിനുകളെ കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. ഈ വീട്ടമ്മയുടെ സംസാരം ശ്രദ്ധിക്കൂ. പച്ചക്കറികൾ മുറിച്ചതിന് ശേഷം ഞാൻ നന്നായി കഴുകി വെള്ളം ഊറ്റിക്കളയാറുണ്ട്. പച്ചക്കറികൾ മുറിച്ചതിന് ശേഷം കഴുകുന്നത് നല്ലതാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പച്ചക്കറികൾ മുറിക്കുന്നതിന് മുൻപ് നന്നായി കഴുകുന്നതാണ് നല്ലത്. പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അവയിലെ വിറ്റാമിൻ സി നീരാവിയിൽ ലയിക്കുന്നു. ഇത് നീരാവിയോടൊപ്പം എളുപ്പം പുറത്തു പോകുന്നു. അതിനാൽ അടച്ചു വേവിക്കുന്നതാണ് നല്ലത്. അടുത്തത് ധാതു ലവണങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ ചിത്രീകരണം നോക്കൂ. ഡോക്ടർ എന്താണ് പറയുന്നത്? മോൾക്ക് ചെറിയ വിളർച്ചയുണ്ട്. ഇലക്കറികൾ നന്നായി കൊടുക്കണം. ഇലക്കറികൾ കഴിച്ചാൽ വിളർച്ച മാറുന്നത് എങ്ങനെയാണ്? ഈ ചിത്രീകരണം ഒന്ന് വിശകലനം ചെയ്തു നോക്കൂ. ഇരുമ്പ് നമുക്ക് ഉപയോഗിക്കുന്നത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിനാണ്. ഇരുമ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഇലക്കറികൾ, മത്തൻകുരു, മുതിര, ശർക്കര, കരൾ എന്നിവയാണ്. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ഉപയോഗിക്കുന്നതാണ്. അത് അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവയാണ്. സോഡിയം നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നു. അത് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കറിയുപ്പ് ആണ്. അയഡിൻ തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു. മാനസിക വളർച്ചയ്ക്ക് കൂടി അയഡിൻ ഉപയോഗിക്കുന്നുണ്ട്. അയഡിൻ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ, കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല എന്നിവയാണ്. ഏത് ഘടകത്തിൻ്റെ കുറവ് മൂലമാണ് കുട്ടിക്ക് വിളർച്ച ഉണ്ടായത് എന്ന് ഈ ചിത്രീകരണങ്ങൾ വിശകലനം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? ആഹാരത്തിൽ ഇലക്കറികളുടെ കുറവ് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും? നമ്മുടെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയും. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണം, പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനം എന്നിവയെല്ലാം ഇലക്കറികളുടെ കുറവ് ബാധിക്കും. അപ്പോൾ കുട്ടിക്ക് ഇലക്കറികൾ കുറഞ്ഞതാണ് ഇരുമ്പും കാൽസ്യവും ഫോസ്ഫറസും കുറയാൻ കാരണമായത്. കുറഞ്ഞ അളവിലെ ആവശ്യമുള്ളൂ എങ്കിലും ധാതു ലവണങ്ങൾ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലായില്ലേ? ഈ കുറിപ്പുകളെല്ലാം നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ ഒന്ന് എഴുതി ചേർക്കൂ. പോഷകങ്ങൾ ആവശ്യത്തിന് അളവിൽ ലഭ്യമായിട്ടില്ലെങ്കിൽ പല രോഗങ്ങളും ഉണ്ടാകും. അവയെ പോഷക അപര്യാപ്ത രോഗങ്ങൾ എന്ന് വിളിക്കുന്നു. പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത അഥവാ കുറവ് ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഇത്തരം രോഗങ്ങളാണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ. പ്രോട്ടീൻ അപര്യാപ്തത മൂലമുണ്ടാകുന്ന ചില രോഗങ്ങൾ നാം ആദ്യമേ മനസ്സിലാക്കിയല്ലോ. ക്വാഷിയോക്കർ പോലുള്ള രോഗങ്ങൾ. ജീവകങ്ങളുടെയും ധാതു ലവണങ്ങളുടെയും അപര്യാപ്തത മൂലമുണ്ടാകുന്ന ചില രോഗങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. അതിൻ്റെ ലക്ഷണം മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല എന്നതാണ്. രാത്രികാലങ്ങളിൽ കാഴ്ച കുറയും എന്നുള്ളതാണ് നിശാന്തത എന്ന് പറയുന്നത്. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണ്. വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നതാണ് വായ്പുണ്ണ്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഉണ്ടാകുന്നു.
വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് കണ. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇരുമ്പിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ. അതിൻ്റെ ലക്ഷണം രക്തക്കുറവ്, വിളർച്ച. അയഡിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. ലക്ഷണമായി കാണുന്നത് തൊണ്ടയിൽ മുഴയാണ്. ഈ പട്ടികയെല്ലാം വിശകലനം ചെയ്ത് നിങ്ങളുടെ നിഗമനങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതി ചേർക്കൂ. പോഷക ഘടകങ്ങൾക്ക് പുറമേ ജലം, നാരുകൾ തുടങ്ങിയ പോഷകേതര ഘടകങ്ങളും ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അവയുടെ പ്രാധാന്യം പരിശോധിക്കാം. ജലത്തിൻ്റെ പ്രാധാന്യം നോക്കൂ. നമ്മുടെ ശരീരത്തിൻ്റെ 2/3 ഭാഗം ജലമാണ്. തലച്ചോറിൻ്റെ 85%, രക്തത്തിൻ്റെ 90%, എല്ലുകളുടെ 25% ജലമാണ്. ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നത് ജലമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ പ്രതിദിനം 2.5 ലിറ്റർ ജലം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അതിനാൽ ധാരാളം ശുദ്ധജലം നാം കുടിക്കേണ്ടതുണ്ട്. അടുത്തത് നാരുകളാണ്. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണ് നാരുകൾ. ഇവ പ്രധാനമായും സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശരീരത്തിന് പോഷക ഘടകങ്ങൾ നൽകുന്നില്ലെങ്കിലും നാരുകൾ വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നു. തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് എന്നിവ നാരുകളുടെ കലവറയാണ്. നിങ്ങൾ ദിവസേന എത്ര ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? ഏതെല്ലാം ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ ജലം നിങ്ങളുടെ ശരീരത്തിന് ലഭിക്കുന്നുണ്ട് എന്ന് ശാസ്ത്ര പുസ്തകത്തിൽ ഒന്ന് കുറിച്ചു വയ്ക്കൂ. നാരുകൾ തീരെ കുറവുള്ള മൈദ കൊണ്ട് ഉണ്ടാക്കിയ ആഹാരം കൂടുതൽ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമായിരിക്കും? ദഹനത്തിന് ബുദ്ധിമുട്ടായിരിക്കും. നാരുകൾ കുറവുള്ളത് കൊണ്ട് ദഹനം കുറവായിരിക്കും.